ഇരുത്താറിൽ ജോലി രാജിവെച്ചിട്ട് ഫുൾ ടൈം ഫ്രീലാൻസ് തുടങ്ങാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ എങ്കിൽ അതിന് മുൻപ് 2 മിനിറ്റ് ഈ വീഡിയോ ഒന്ന് മുഴുവനായി കാണുക. കാരണം സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ അത്ര പെർഫെക്റ്റ് ആയിക്കോളുന്നില്ല നിങ്ങളുടെ ഫ്രീലാൻസിങ് ലൈഫ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫ്രീലാൻസിങ് ഒരു സംഭവമാണ്. ആക്ച്വലി ഫ്രീലാൻസിങ് സംഭവമാണ്. ഫ്ലെക്സിബിൾ ലൈഫ്, നോ ബോസ്, ഗോവയിൽ നിന്ന് വർക്ക് ചെയ്യാം, ബാംഗ്ലൂരിൽ നിന്ന് വർക്ക് ചെയ്യാം, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാം, എവിടെ നിന്നിട്ട് വളരെ വർക്ക് ചെയ്യാം. ലാപ്ടോപ്പിൽ ഇങ്ങനെ കുറെ ടൈപ്പ് ചെയ്യുന്നു, കുറെ ക്ലയൻസിന് കോൾ ചെയ്യുന്നു, ഇങ്ങനത്തെ ഫാൻസി ഉള്ള സംഭവം. പക്ഷെ ആരും പറയാത്ത കുറച്ച് ഡാർക്ക് സൈഡ്സ് കൂടെ ഇതിനുണ്ട്. ഡാർക്ക് സൈഡ്സ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു സൈഡ്. കഴിഞ്ഞ ഏകദേശം 4 വർഷത്തിനടുത്തായിട്ട് ഈ ഒരു ഫീൽഡിൽ ഞാനുണ്ട്. സത്യസന്ധമായിട്ട് പറയാം, ചില മാസങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലയന്റ് പോലും ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില ആഴ്ചകൾ നമ്മൾ അയച്ച റിപ്ലൈ മെസ്സേജിന് പോലും അടുത്ത മന്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നത്. ആ സമയത്ത് നമുക്ക് നമ്മളോട് തോന്നുന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ, ഞാനെടുത്ത ഈ തീരുമാനം തെറ്റായി പോയത്. അത് അനുഭവിച്ചവർക്ക് പറയാൻ പറ്റുള്ളൂ. ഫ്രീലാൻസിംഗ് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്കിപ്പോഴും ഫ്രീലാൻസ് ക്ലയൻസ് ഉണ്ട്, ഞാൻ ഇപ്പോഴും ഫ്രീലാൻസിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഫ്രീലാൻസിംഗ്. ബട്ട് ഇൻ ദി ബിഗിനിങ് സ്റ്റേജ് ഇറ്റ് ഈസ് ഹൈലി അൺസ്റ്റേബിൾ. പ്രത്യേകിച്ചും ഞാൻ പറയുന്നത് ബിഗിനിങ്ങിൽ, തുടക്കത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഒരു ഫുൾ ടൈം ജോബിന്റെ കൂടെ ഫ്രീലാൻസിംഗ് കൊണ്ടുപോകുന്നത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓണസ്റ്റ്ലി നമ്മുടെ ആ ഒരു ഡേ ജോബ് അല്ലെങ്കിൽ ഫുൾ ടൈം ജോബ് നമ്മളെ മെന്റൽ പീസിനെ എത്രത്തോളം സ്റ്റെബിലൈസ് ആകും അല്ലെങ്കിൽ രക്ഷിക്കുന്നതിന് നമുക്ക് ഈ ഒരു ഫ്രീലാൻസിംഗിലോട്ട് വരുമ്പോൾ നമുക്കറിയാം. കാരണം ക്ലയൻസ് വരാതിരിക്കുമ്പോൾ അത് നമ്മുടെ വരുമാനത്തെ മാത്രമല്ല, നമ്മുടെ കോൺഫിഡൻസിനെ എഫക്ട് ചെയ്യും, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യും, പല രീതിയിൽ നമ്മളെ അത് എഫക്ട് ചെയ്യും. അപ്പോൾ പോക്കറ്റിൽ ക്യാഷ് ഇല്ലാത്ത സമയത്ത് മണി പ്രഷർ വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് പലപ്പോഴും കുറക്കേണ്ടി വരും ഫ്രീലാൻസിലോട്ട് ഇറങ്ങുമ്പോൾ. അതായത് 5000 രൂപയ്ക്ക് അല്ലെങ്കിൽ 10000 രൂപയ്ക്ക് ചെയ്യേണ്ട വർക്കത്തിന്റെ പകുതി പൈസ 1000 രൂപക്കോ 2000 രൂപക്കോ 3000 രൂപക്കോ ചെയ്ത് കൊടുത്തിട്ട് ടോക്സിക് ക്ലയന്റിന് നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും. പ്രൊജക്ടിന് എല്ലാ പ്രൊജക്റ്റും നമ്മൾ യെസ് പറയേണ്ടി വരും. സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയില്ല. അതുകൊണ്ട് 2026 ജോബ് ഫുള്ളി കളഞ്ഞിട്ട് ഫുൾ ടൈം ഫ്രീലാൻസിംഗിലേക്ക് തിരിയാൻ നിൽക്കുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ജോബ് ക്വിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ലിങ്ക്ഡിനിലോ ഇൻഡീഡിലോ മറ്റു ജോബ് പോർട്ടൽസിൽ പോയിട്ടൊന്ന് നോക്കണം. ഇന്ന് ഒരു ജോലി കിട്ടാൻ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പൊസിഷന് വേണ്ടിയിട്ട് പുറത്ത് നൂറുകണക്കിന് പറയാൻ പറ്റില്ല, 1000 ആളുകളാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇനി ഫ്രീലാൻസിംഗിന്റെ കാര്യം നോക്കാം. അവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. കുറഞ്ഞ പൈസക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ ഇവിടെയും ധാരാളം ഏജൻസികളും ഫ്രീലാൻസേഴ്സും റെഡിയാണ്. അവർക്കിടുന്ന നല്ല കാശ് തരുന്ന അല്ലെങ്കിൽ ഹൈ പേയിങ് ക്ലയൻസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് സമയമെടുക്കും, നല്ല ക്ഷമ വേണം. അതിലുപരി നിങ്ങൾക്ക് നല്ല സ്കിൽസും എക്സ്പെർട്ടൈസും ഉണ്ടാവണം. അത് ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം ഒരു ഇൻഹൗസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഏജൻസിയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. തെറ്റുകൾ അവരുടെ റിസ്കിൽ പഠിക്കുക. ഉള്ള വീഡിയോസിന് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളാം. റിലേറ്റബിൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റിൽ ചോദിക്കുക.